ഇതുവരെ എവിടെയും രവീന്ദ്ര മാഷിന്റെ മകനാന്ന് പറഞ്ഞിട്ട് എവിടെയും ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ 3 പേര് അങ്ങനെയാണ്. അത് ആ ഏത് വഴി പോകണ്ടോ ആ വഴി പോയി തന്നെ നമ്മൾ തരികയാണ്. മലയാളം തമിഴ് പടങ്ങളിൽ പാട്ടൊരുക്കിയ സംഗീത സംവിധായകനാണ് സാധാരണ. സംഗീതത്തിലേക്ക് വരാനുള്ള പ്രചോദനം എന്താണ്? തമിഴ് മലയാളം മാത്രമല്ല, തെലുങ്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. തെലുങ്കാണ് തുടങ്ങിയത്. തെലുങ്കാണ് ഫസ്റ്റ് ചെയ്തത്. തെലുങ്കാണ്. തെലുങ്ക് 2 കൂടെ ചെയ്തിട്ടുണ്ട്. ആ മെയിൻ കാരണം രവീന്ദ്ര മാഷ് തന്നെ. ഞാൻ ചെറുതിൽ നിന്ന് കാണുന്നത് അച്ഛൻ്റെ ഇതാണ്. പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടാകുന്ന ചെറുതിൽ മ്യൂസിക് പഠിക്കാനും അച്ഛൻ്റെ ഒരുപാട് റെക്കോർഡിങ് ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് റെക്കോർഡിങ്സിൻ്റെ അന്നൊന്നും അറിയത്തില്ല എന്താണ് സംഭവം. പക്ഷേ ക്യൂരിയോസിറ്റി ഓഫ് നോയിങ് ഇറ്റ് പോയി കാണാറുണ്ട്. അത് അങ്ങനെ ഇതായി. പിന്നെ അച്ഛനും മനസ്സിലായി ഇവൻ ഈ വഴി വരുമെന്ന് മനസ്സിലായതുകൊണ്ട് കുറച്ച് റൂട്ടപ്പ് ചെയ്തു. പിയാനോ പഠിക്കാനും കീബോർഡ് പ്രോഗ്രാം ആവാനുള്ള ഇതെല്ലാം അച്ഛൻ ഏർപ്പാടാക്കി കൊടുത്തു. നമ്മൾ അത് വഴി വന്നു. ആദ്യമായി സംഗീതം ചെയ്ത പടം, അതിൻ്റെ ആ പാട്ട് അനുഭവം? പ്രേമിക്കുള്ളൂ എന്നൊരു പടമാണ് ചെയ്തത്. തെലുങ്ക് പടമാണ് ചെയ്തത്. അതൊരു ഫീമെയിൽ ഡയറക്ടറാണ്, ജയ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ പടം എനിക്ക് കിട്ടുന്നത്, ഞാനത് രാജശേഖർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ പെൻറ്റാമീഡിയ, ചെന്നൈയിൽ പെൻറ്റാമീഡിയ ഗ്രാഫിക്സ് ആ സമയത്ത് പടങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ്. അതിൽ വർക്ക് ചെയ്യുന്ന വൺ ഓഫ് ദ സീനിയർ ഗ്രാഫിക് ഡിസൈനറാണ് പുള്ളിൻ്റെ ഒരു എന്തോ ഒരു ചെറിയ ആഡ്, ആ സമയം ആഡും ജിങ്കിൾസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫിലിംസ് ആഡിൻ്റെ വർക്കിന് വേണ്ടി ഞാൻ പുള്ളീനെ കോൺടാക്റ്റിൽ വന്നതാണ്. പുള്ളി പ്യുവർ തെലുങ്കാണ്, പക്ക തെലുങ്കാണ്. അങ്ങനെ പുള്ളിക്ക് ഞാൻ 2-3 വർക്ക് ചെയ്തപ്പോൾ പുള്ളി എന്നോട് ഭയങ്കര വർക്കിൽ ഇംപ്രസ് ആയി. അപ്പോൾ പറഞ്ഞു, എനിക്കറിയുന്ന ഒരു ടീം പടം ചെയ്ത്, വലിയ കമ്പനിയാണ്, വലിയ പടങ്ങൾ ചെയ്യുന്ന കമ്പനിയാണ്, അവർ ന്യൂ മ്യൂസിയം നോക്കിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളെ സജസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തെലുങ്ക് അറിയത്തില്ല പറഞ്ഞില്ല, തെലുങ്കിൻ്റെ ഒരുപാട് ഫിലിംസ് ഞാൻ കാണാറുണ്ട്. ഞാനും എൻ്റെ ബ്രദറും, മൈ ട്വിൻ ബ്രദേഴ്സ് ഡയറക്ടർ. അതായത് ഞങ്ങൾ ഒരുപാട് പടങ്ങൾ ക്രേസി ആയിട്ട് കാണും. ഇതൊന്നും നോക്കാതെ, ഭാഷ നോക്കാതെ കാണും. അത്ര ക്രേസി ആണ്. ഒരുപാട് തെലുങ്ക് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തെലുങ്ക് എനിക്കൊരു വിധം അറിയാം, സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ പടങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ കോൺഫിഡൻസ് പറഞ്ഞ് നമുക്ക് നോക്കാം, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹൈദരാബാദിൽ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അവിടെ പോയി കണ്ടു, സംസാരിച്ചു. പ്രോജക്റ്റ് വേറൊന്നുമില്ല. ഞാൻ ഇതുവരെ എവിടെയും രവീന്ദ്ര മാഷിന്റെ മകനാന്ന് പറഞ്ഞിട്ട് എവിടെയും ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല, അറിയത്തില്ല. ഞങ്ങൾ 3 പേര് അങ്ങനെയാണ്. ഞങ്ങൾക്ക് 3 പേര് കിട്ടിയ വർക്ക് രവീന്ദ്ര മാഷ് മകനായിട്ടല്ല. നമ്മൾ ആ ഏത് വഴി പോകണ്ടോ ആ വഴി പോയി തന്നെ നമ്മൾ തരികയാണ്. അപ്പോൾ ഈ പടം ചെയ്യുമ്പോഴും ഞാനൊരു ചാൻസ് ചോദിച്ചു പോയത് മ്യൂസിക് പൊളിയാണ്. അപ്പോൾ അവരെനിക്ക് പറഞ്ഞത് ഒരു സിറ്റുവേഷൻ പറയാം, ആ സിറ്റുവേഷൻ പാട്ട് നിങ്ങൾ കറക്റ്റായി ചെയ്ത് കൊടുത്താൽ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് വർക്ക് കിട്ടിയത്. ഞാനത് ആ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നൈയിൽ വന്നു, പാട്ടുണ്ടാക്കി 2-3 വർഷം ഉണ്ടാക്കി കേൾപ്പിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പടം കമ്മിറ്റായി. പിന്നെ കംപ്ലീറ്റ് വർക്കും ഹൈദരാബാദിലായിരുന്നു. അതിൻ്റെ കമ്പോസിങ് അവർ ഗസ്റ്റ് ഹൗസ് കൊടുത്തു, അവിടെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ചെയ്ത് അവസാനം ശരിക്കും ആ ഒരു വർക്കിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ 6 പാട്ടുണ്ടായിരുന്നു ആ പടത്തിൽ. അതിൽ 3 പാട്ട് ഞാൻ ചെയ്തിട്ട് അച്ഛനെ കേൾപ്പിച്ചായിരുന്നു. ഞാൻ അതിൻ്റെ വയലിൻ മിക്സിങ് എറണാകുളത്താണ് ചെയ്തത്. അച്ഛൻ ഇപ്പോൾ എറണാകുളത്തുണ്ട്, വയലിൻസ് എടുക്കാൻ എറണാകുളത്താണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അച്ഛനെ പാട്ട് കേൾപ്പിച്ചു. അച്ഛൻ അഭിപ്രായം പറഞ്ഞു. ബാക്കി 3 പാട്ടുകൾ ചെയ്യാൻ ഞാൻ കമ്പോസിന് പോയ സമയത്താണ് അച്ഛൻ ചെന്നൈയിൽ പോയി വന്നതും. അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല, അത് നടന്നില്ല. അപ്പോൾ ആ സമയം ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ കോൾ വന്നിങ്ങനെ, അച്ഛൻ എമർജൻസി ആണ്, അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, പ്രൊഡക്ഷന് പറഞ്ഞു, പോകണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നിങ്ങൾ പുറപ്പെട്ടു, കാരണം അച്ഛൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞു. അവർ രാജ്കോട്ടി എന്ന് മ്യൂസിക് ഉണ്ടായിരുന്നു, തെലുങ്കിലും ചെയ്തിട്ടുണ്ട് രാജ്കോട്ടി. ആ കോട്ടി എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞ ഈ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ എന്നാറിന്റെ മകനാണ് രവീന്ദ്രൻ. പറഞ്ഞാൽ രാജാ സാർ പോലെ മലയാളത്തിൽ വലിയ മ്യൂസിക് ഡയറക്ടറാണ്, എന്നാൽ മകനാണ് പുള്ളി. ഇപ്പൊ പറഞ്ഞ ആളി പുള്ളിയാണ്, പക്ഷെ പുള്ളി മരണപ്പെട്ടു. അങ്ങനെ പറഞ്ഞ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഞാൻ പോയി പറഞ്ഞില്ല. ഞാൻ അതിലെ വർക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു 4-5 മാസം അവിടെ വർക്ക് ചെയ്യാണ്. ഒരു ദിവസം പോലും ഞാൻ ഇന്നാരുടെ മകനാണ് അങ്ങനത്തെ ഒരു ഇതും നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ അവരങ്ങനെ അറിയുന്നത് രവീന്ദ്രൻ മാസ്റ്റർ വലിയ ആളുടെ മകനാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് അറിയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ തിരിച്ചങ്ങ് വന്നപ്പോൾ എന്താ സാർ നിങ്ങൾ പറഞ്ഞതേ ഇല്ല, ഇത് അങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ല, രവീന്ദ്ര മാസ്റ്റർ മകനാന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് രവീന്ദ്ര അറിയാം, നമ്മുടെ ടീമിൽ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ ഇത്ര ദിവസങ്ങൾ കൂടുതൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു. ഞങ്ങൾ എവിടെ അങ്ങനെ പറയാറില്ല നമുക്ക്. അപ്പൊ അവർ ശരിക്കും ഞാൻ മാർച്ച് മാസമാണ് അച്ഛൻ മരിക്കുന്നത്. അവർ മെയ് മാസം ആ പടത്തിന്റെ ഓഡിയോ റിലീസ് ഗ്രാൻഡ് വെച്ചു. എല്ലാ സെലിബ്രിറ്റീസും, ചിരഞ്ജീവി ഉൾപ്പെടെ എല്ലാ വലിയ മഹേഷ് ബാബു, തൃഷ, എല്ലാ സെലിബ്രിറ്റീസും വന്ന് വരുന്നുണ്ട് അവിടെ. അതിനകത്ത് അച്ഛൻ്റെ ഫോട്ടോ വെച്ച് അച്ഛനെയാണ് ഡെഡിക്കേറ്റ് ചെയ്തത് ഓഡിയോ റിലീസ്. അത് പറഞ്ഞവിടെ. എന്നാൽ വലിയ മ്യൂസിക് ഡയറക്ടറാണ്, പലർക്കും അറിയാം, ചിലർക്ക് അറിയില്ല തെലുങ്കാളെ കൊണ്ട്. പക്ഷേ അച്ഛൻ്റെ ഫോട്ടോ വെച്ച് അച്ഛൻ്റെ വിളക്കെല്ലാം വെച്ചാണ്. അമ്മയുണ്ടായിരുന്നു, അമ്മയും നമ്മുടെ എൻ്റെ ബ്രദേഴ്സ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് അതൊരു ഡിഫറെൻ്റ് അനുഭവമല്ലേ. ആദ്യമായിട്ട് ഈ പാട്ട് എഴുതിയിട്ടാണ് മ്യൂസിക് ചെയ്തത്, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്തതിന് ശേഷം പാട്ട് എഴുതിയത്? സിനിമയിൽ ശരിക്കും ഞാൻ മോസ്റ്റ്ലി ഞാൻ നോക്കിയിട്ട്, ഞാൻ എൻ്റെ വർക്ക് മാത്രമല്ല, ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ കൂടെയാണ്. ഞാൻ ഒരുപാട് വർക്ക് നോക്കിയിട്ട് ഒരുപാട് നടക്കുന്നത് ട്യൂൺ ഉണ്ടാക്കുന്നതാണ്. ട്യൂൺ ഉണ്ടാക്കിയിട്ട് ലിറിക് എഴുതുക. പർട്ടിക്കുലർ ലിറിക്കിൽ എന്തെങ്കിലും ഒരു വിഷ്വലിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, ചില പടങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അപ്പൊ അത് കവിത പോലെ എഴുതിയിട്ട് സോങ് ഉണ്ടാക്കും, ട്യൂൺ ഉണ്ടാക്കും. പക്ഷെ മോസ്റ്റ്ലി ട്യൂൺ ചെയ്താണ്
സോങ് ചെയ്ത് ഞാൻ കേട്ടില്ല. അച്ഛനും അങ്ങനെയാണ്. അച്ഛൻ്റെ കൂടുതൽ പാട്ടും ട്യൂൺ ഉണ്ടാക്കിയിട്ടാണ് ലിറിക്ക് വരുന്നത്. അങ്ങനെയാണ്. ചില പാട്ട് നമുക്ക് കേട്ടറിയില്ല ഏതാണ് തുടങ്ങിയത്, അത്ര ബ്ലെൻഡായിട്ട്. ഇത് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസുകളാണ്. വരികൾക്കാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ അതോ സംഗീതത്തിന്? രണ്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ കോൺസെപ്റ്റില് ലിറിക്കാണ്. കാരണം നമ്മൾ വെറുതെ ട്യൂൺ പാടി ആ പാട്ടിനെ വർഷങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. ഈണമായിട്ട് അതിന്റെ വരികളും ചേരുമ്പോഴാണ് നമുക്ക് അതിന് ലൈഫ് കിട്ടുന്നത്, അല്ലെ? നമ്മൾ പഴയ പാട്ടാൻ പറയുമ്പോൾ നമുക്ക് അതിന്റെ വരികൾ ഇമ്പോർട്ടൻ്റ് തിങ് അല്ലേ? അതിമനോഹരങ്ങളായ ഒരുപിടി ഗാനങ്ങൾ മലയാള സിനിമക്ക് നൽകിയിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്ററുടെ മകൻ എന്ന തിരിച്ചറിയൽ നേട്ടമാണോ അതോ വെല്ലുവിളിയാണോ? രണ്ടും ഇടപെട്ടുണ്ട്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ രവീന്ദ്ര മാസ്റ്റർ മകൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമല്ലേ. പക്ഷെ ഞാൻ യക്ഷിയും ഞാനും എന്നൊരു പടം ആദ്യം മലയാളം ചെയ്യുന്നത് വിനയൻ സാറിന്റെ പടമാണ്. ആ പടം ഞാൻ കമ്മിറ്റ് ആയ സമയത്ത് വിനയൻ സാറിന്റെ മീറ്റിംഗിൽ വിനയൻ സാർ പറഞ്ഞാണ്, നീ രവീന്ദ്രൻ മാസ്റ്റർ മകനാണ്, നിന്നെ ഞാൻ ആദ്യം ഉപയോഗിക്കുമ്പോൾ നിന്നെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരുപാട് കടുംപിടുത്തൊന്നുമില്ല. നീ ചെയ്യുന്ന എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തോ, പക്ഷെ എൻ്റെ പടത്തിന്റെ സിറ്റുവേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞു. കാരണം അത് ആ സമയത്ത് ഞാൻ പടം ചെയ്യാൻ പോകുന്ന അവർ അന്ന് അനൗൺസ് ചെയ്തിരുന്നു, എല്ലാ മാഗസിനും അനൗൺസ് ചെയ്തു രവീന്ദ്ര മാസ്റ്റർ മകൻ മ്യൂസിക് ചെയ്യുന്നു. അന്ന് രവീന്ദ്ര മാസ്റ്റർ മകൻ മ്യൂസിക് ചെയ്യുന്നു എന്ന് അപ്രീസിയേഷൻ കൂടിയിട്ടത് രവീന്ദ്ര മാസ്റ്റർ മകൻ മ്യൂസിക് ചെയ്യുന്ന അവൻ എന്ത് ചെയ്ത് നോക്കട്ടെ, അങ്ങനെയാണ് കൂടുതൽ എനിക്ക് എൻ്റെ ഓപ്പൺ ആയിട്ട് എൻ്റെ കിട്ടിയത്. രവീന്ദ്ര മാസ്റ്റർ മകൻ അവനാ ചെയ്യുന്നില്ല, എന്ത് ചെയ്ത് നോക്കട്ടെ, അവൻ എന്ത് ചെയ്ത് നോക്കട്ടെ, ആ രീതിയാണ്. ശരിക്കും പേടി കൊടുക്കും. നമ്മളിപ്പോൾ ഹിന്ദിയിൽ വർക്ക് ചെയ്ത് തരാം, കുഴപ്പമില്ല. പക്ഷേ രവീന്ദ്ര മാസ്റ്റർ മകനായിട്ട് മലയാളം ചെയ്യാനെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല. വിജയിനുണ്ടായിരിക്കും. വിജയ് നല്ല സിംഗറാണ്, പക്ഷെ എല്ലാവരും എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ദാസനോട് കൂടെയാണ്, അല്ലേ? അത് എപ്പോഴും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രണ്ടുപേരും രണ്ട് കൾച്ചറിൽ ജനിച്ചു വളർന്ന ആൾക്കാർക്കാണ്. ഇപ്പൊ രവീന്ദ്ര മാസ്റ്റർ പോലെ എനിക്ക് മ്യൂസ് ചെയ്യാൻ പറ്റില്ല. രവീന്ദ്ര മാസ്റ്റർ ജനിച്ചു വളർന്ന സ്ഥലം, പുള്ളിന്റെ മ്യൂസിക് വേറെയല്ലേ. എങ്ങനെ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആരോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ഇതിൽ വളർന്ന ആൾക്കാർക്ക് അവർ എന്ത് വളർന്നോ, അവരുടെ എന്ത് റൈറ്റീജസോ അതാണ് അവരുടെ, അല്ലെ, മ്യൂസിക് ആയിരിക്കും. അപ്പൊ അതിനകത്ത് കമ്പയർ ചെയ്യാനേ പാടില്ല ആക്ച്വലി. പിന്നെ വേറൊരു വിഷയമുള്ളത് എക്സ്പീരിയൻസ്. ഒരു അനുഭവപ്പെട്ട് ഇത്ര ചെയ്ത വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ, തുടക്കം പാട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആദ്യത്തെ പടത്തിൽ ചെയ്യാൻ പറ്റുമോ, അത് മലയാളത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെയാണ് ആൾക്കാർ. അപ്പൊ ശരിക്കും എനിക്ക് പേടിയായിരുന്നു പടം ചെയ്തപ്പോൾ. നമുക്ക് പേര് മോശമാണെന്നൊക്കെ, രവീന്ദ്ര മാസ്റ്റർ പേര് മോശമാകുമെന്ന് എനിക്ക് തോന്നിയാണ്. അപ്പൊ ചെയ്തിട്ട് അച്ഛൻ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പാട്ടുകൾ ചെയ്തു വന്നപ്പോൾ വേറൊരു കാര്യം അതിനകത്ത്, യക്ഷി ഞാനും പടം വർക്ക് കഴിഞ്ഞിട്ട് അതിന്റെ ഓഡിയോ റിലീസ് എറണാകുളത്ത് നടക്കുന്നത്. അപ്പോൾ ആ ഓഡിയോസ് കഴിഞ്ഞിട്ട് വിനയൻ സാർ പറഞ്ഞു, ഇന്ന് എന്റെ വീട്ടിലാണ് ലഞ്ച്, അവന്റെ ഫാമിലിയുടെ ഒപ്പം ഇരുന്നിട്ട്. അപ്പൊ എന്റെ അടുത്തിങ്ങനെ വിനയൻ സാർ ഇപ്പോൾ പറഞ്ഞ്, ഇത് എന്റെ 35ാമത്തെ പടമാണ്, നിന്റെ ആദ്യത്തെ പടം. ഞാൻ ഒരുപാട് മ്യൂസിക് ഡയറക്ടർ എല്ലാം വലിയ വലിയ ആൾക്കാരാണ്. എല്ലാവരും എല്ലാ പാട്ടുകളും എനിക്ക് ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ 3 ട്യൂണിങ്ങൾ മിനിമം തരും കേൾപ്പിക്കാൻ. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ റെക്കോർഡിങ് പോകുന്നത്. പക്ഷെ ഇതിനകത്ത് 4 പാട്ടുകൾ നീ ഓരോരോ ട്യൂൺ തന്നിട്ടില്ല. ആദ്യം ചെയ്തു അയച്ചു കൊടുത്ത് അവർ ഷൂട്ടിംഗ് സ്പോട്ടിലായിരുന്നു. അവിടെ സ്പീക്കറിലേക്ക് എല്ലാം കേൾപ്പിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്നത് ഓക്കെ പറയും, ഞാൻ അത് റെക്കോർഡിങ് ചെയ്ത് തീർക്കും. അങ്ങനെ ഓരോരോ ട്യൂൺ ഞാൻ ചെയ്തിട്ട്, അന്ന് മുമ്പെല്ലാം ട്യൂൺ എന്ന് പറയുന്നത് നമ്മൾ ഹാർമോണി വെച്ചിട്ട് ട്യൂൺ പാടി കൊടുക്കുക. ഇപ്പൊ അങ്ങനെയല്ല, സ്ക്രാച്ച് എന്ന് പറയും. ഒരു ചെറിയ ബീജിയം ഉണ്ടാക്കി കോഡ്സ് ഇട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് അവിടെ സ്പീക്കറിലാണ് കേൾപ്പിക്കുന്നത്. ഷൂട്ടിംഗ് സ്പോട്ടിലെ സ്പീക്കർ ഉണ്ടാവില്ല, അവിടെയാണ് കേൾപ്പിക്കുന്നത്. കേട്ടിട്ട് എല്ലാവരുടെ അഭിപ്രായം പോസിറ്റീവ് ആകുമ്പോൾ പുള്ളി ഓക്കെ എന്ന് പറയും. അപ്പൊ ഇതിന് ഒരു പാട്ട് പോലും നീ രണ്ടാമത്തെ വെർഷൻ കൊടുത്തിട്ടില്ല, എല്ലാം ഒന്നേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ വന്ന സ്ഥലത്ത് അഹങ്കാരമല്ല. ഞാൻ ഇതുവരെ ഞാൻ എപ്പോഴും ഒരു പ്രോജക്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ആകാൻ നോക്കും, ആ കഥ മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ കൂടുതൽ ചെയ്ത എന്റെ വർക്കുകളുടെ പാട്ടുകൾ ചെയ്ത പടത്തെല്ലാം ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പടങ്ങൾ നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്, ആ കഥയെ അറിയണം, സോങ്ങിന്റെ സിറ്റുവേഷൻ എക്സാക്ട് ആയിട്ട് എനിക്ക് മനസ്സിലാവണം എന്താണ്. അപ്പം ആസ് എ മ്യൂസിക് ഡിസിഷൻ എനിക്ക് ഒരു മ്യൂസിക് ഉണ്ട്, എല്ലാ മ്യൂസിഷ്യനും. പക്ഷെ ഡയറക്ടർ കംസ് വിത്ത് ഹിസ് ഓൺ മ്യൂസിക്. ഡയറക്ടറിന് ഇപ്പൊ മൈൻഡിൽ ഒരു മ്യൂസിക് ഉണ്ടാവും, അല്ലെ? നമ്മുടെ മ്യൂസിക് ആയിരിക്കില്ല അത് ആക്ച്വലി. പുള്ളിന്റെ മൈൻഡിൽ ഒരു മ്യൂസിക് വിച്ച് കനോട്ട് കൺവേ പ്രോപ്പർലി. മ്യൂസിഷ്യൻ അല്ല, പുള്ളിക്ക് അത് മ്യൂസിക്കൽ ലാംഗ്വേജിൽ കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമ്മളോട് പറയാൻ വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ പ്രൊഫഷൻസ്. അതാണ് നമ്മുടെ മ്യൂസിക് ഇവിടെ അപ്ലൈ ചെയ്യാനില്ല. പുള്ളിക്ക് എന്താണ് വേണ്ടത്, പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്. പാട്ട് എഴുതുന്ന ആൾക്കും ഉള്ളിലൊരു മ്യൂസിക്കിന്റെ ഒരു എല്ലാവർക്കും ഉണ്ടാവണം, ഡയറക്ടറിന് മ്യൂസിക് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പാട്ടിന് കറക്റ്റ് വിഷ്വൽ നന്നായി വേണമെങ്കിൽ ആ മ്യൂസിക് ഡയറക്ടറിനും ഇതാവണ്ടേ. അപ്പൊ അത് ആക്ച്വലി അത് ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അച്ഛനും എൻ്റെ അടുത്ത് പറയും, മുമ്പെല്ലാം പറയേണ്ടടുത്ത്, നീ ഒരു പടം വർക്ക് ചെയ്യുന്ന ഒരാൾ കഥ പറയുമ്പോൾ നിനക്ക് അതിൽ നന്നായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുമ്പോൾ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നീ ആ പടത്തിനെ കൂടെ നോക്കരുത്, നീ വിട്ടേക്ക്, ആ പടം ചെയ്യരുത്, നിനക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത പടം ചെയ്യരുത്. അങ്ങനെ അച്ഛൻ ഒരുപാട് കുറവായിട്ടാണ് പടം ചെയ്യുന്നത്. അച്ഛൻ ഭയങ്കര ചൂസ് ചെയ്യായിരുന്നു. അച്ഛൻ ചെയ്യാൻ അത് ചോദിക്കും, ഈ പടത്തിൽ ഞാൻ എന്താ ചെയ്യാനുള്ളത് പറയും. അച്ഛന്റെ വർക്ക് വരുമ്പോഴേ കഥ പറയുമ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യണ്ടേ, എന്താ പണി എന്താണ്, നിങ്ങൾ വേറെ ചെയ്തോളൂ, അങ്ങനെ അയച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി അല്ല, ഡു യുവർ ജോബ് പെർഫെക്റ്റ്ലി. നമുക്ക് ഇല്ലെങ്കിൽ ഒരു ജോബായിട്ട് അത് ചെയ്യേണ്ടി വരും. എനിക്ക് ഒരു വർക്ക് വന്നു, പേയ്മെന്റ് സംസാരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം, അങ്ങനെ ഒരു തോട്ട് വരും. ഞാൻ ശരിക്കും ഞാൻ കുറവായിട്ട് പടങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്.
ഞാൻ കഥ കേട്ടതാണ് കൂടുതൽ. എൻ്റെ ഇരിക്കുന്ന ആൾക്കാർ പറയും, സാർ നിങ്ങൾ நிறைய കഥ കേൾക്കുന്ന സാറിന് ഒത്തുക്ക് മാറ്റീങ്ങன்னு പറയും. കാരണം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് ചെയ്യാനൊന്നുമില്ല, അങ്ങനെ തോന്നുന്ന വിഷയം ഉണ്ടാവില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല, ഈ പടം ചെയ്താൽ രക്ഷപ്പെടുമെന്ന് ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാത്തിരുന്നാണ് പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഗ്യാപ്പുകൾ വരുന്നത്. ഗ്യാപ്പ് വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ബ്രദർ രാജൻ അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആക്ച്വലി മുമ്പെല്ലാം കഥ റിജക്ട് ചെയ്യുന്ന കണ്ട് അവൻ പറഞ്ഞ്, നീ ആർ വെയിറ്റിംഗ് ഫോർ മണിരുത്തം, AR മണിരുത്തം വന്ന പോലെ നീ ഒരു മണിരുത്തം വരാൻ കാത്തിരിക്കുകയാണ്, അങ്ങനെ വരില്ല. വാട്ട് ആർ ദ ഫീലിംഗ് കംസ് യു ഡു ഇറ്റ്. അതിനകത്ത് ഒരു ബ്രേക്ക് കിട്ടും. നീ ഇങ്ങനെ കഥ കേട്ട് പെർഫെക്റ്റ് ആയിട്ട് പടങ്ങളിൽ ചെയ്യുന്നാൽ അങ്ങനെ ഒരു പടം നിന്റെ അടുത്ത് പോകില്ല. നീ പുതിയ ആളല്ലേ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന വലിയ ഡയറക്ടർ വലിയ ഡെഫിനിഷൻ പോകും, എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പൊ നീ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ള പോലെ. അതുപോലെ എനിക്ക് മറ്റേ ഈ കുത്തുപാട്ട് അതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ ഭയങ്കര മെൽഡി ചെന്ന ആളായിരുന്നു. ഞാൻ സിനിമ ചെയ്താൽ അതൊന്നും ചെയ്യില്ല, അങ്ങനെ തീരുമാനിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ ആദ്യം പടം ഈ പ്രേമികൾ പടത്തിൽ തന്നെ മാലതി സിംഗറിലെ നമ്മുടെ എന്താ മന്മദരാസ പാടി അവർ പാടി ഒരു പാട്ട്, ഹൈ പിച്ചിൽ ഒരു കുത്തുപാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ആ പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലല്ലോ, നമുക്ക് നമ്മുടെ ജോബിൽ ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് അതെല്ലാം പാർട്ടാണ് അതിന്റെ, അത് ചെയ്തേ പറ്റും. പിന്നെ എക്സ്ട്രോണറി ഇരിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ നമ്മുടെ വർക്കിനെ ജെന്യൂനായി ചെയ്യാൻ ശ്രമിച്ചാൽ വർക്ക് എക്സ്ട്രോണറി ആവും. ചില പടങ്ങൾ ഇപ്പൊ പടങ്ങൾ മോശമാണെങ്കിൽ തന്നെ പാട്ട് വല്ലാണ്ട് ഞാനത് പറഞ്ഞ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് അതും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. മുമ്പല്ലേ ഒരു എക്സാമ്പിൾ ആണ്, നീലക്കുരുന്നികൾ പൂക്കുന്ന ഈ പാട്ട് വന്ന പടം റിലീസ് ആയിട്ടില്ല. ആ പടത്തിന്റെ പേരാണ് നീലക്കടമ്പുകൾ, എന്തോ പടത്തിന്റെ പേര്. അത് ആ പടം റിലീസായ പടമാണ്, പക്ഷെ ആ പാട്ട് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. അന്ന് ആ കാലഘട്ടത്തില് പടം വരണമെന്ന് വിഷുവൊന്നും അത്യാവശ്യമില്ല, അന്ന് ആൾക്കാർ ഇരുന്ന് പാട്ട് കേൾക്കുന്ന സമയമായിരുന്നു. രവീന്ദ്ര മാസ്റ്ററിന്റെ വസന്ത ഗീതങ്ങൾ എല്ലാം രവീന്ദ്ര മാസ്റ്ററിന്റെ സിനിമാ പാട്ടിന് എക്സ്ട്രോണറി സോങ്സ് ആണ്. പക്ഷെ അതൊന്നും ഇതിന് വിഷയമില്ല, വെറും ഓഡിയോ ആൽബങ്ങളാണ്. അത് ഇപ്പോഴും മാമാങ്കം പാട്ടല്ല, ഇപ്പോഴും ആൾക്കാർ സംസാരിക്കുന്ന പാട്ടല്ലേ. ഈ പാട്ടെല്ലാം ഇപ്പോഴും നമ്മള് കേട്ടാല് അതിനെ ഒരു ബീറ്റ് ചെയ്യുന്ന പാട്ട് വന്നിട്ടെന്ന് ചോദിച്ചാൽ ഇല്ല. വസന്തഗീതങ്ങളിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ട മെയിൻ ആയിട്ട് മാമാങ്കം എല്ലാ ഓണത്തിനും ഉണ്ടാവും. ഒരു ടൈം വരെ എല്ലാ ഓണത്തിനും ഇല്ലാതെ ഓണം ഉണ്ടാവില്ല. ഓണത്തിന് വീട്ടിലെല്ലാം അത് പ്ലേ ചെയ്യും. ഞാൻ പറഞ്ഞതാണ്, അന്ന് വെറും ഓഡിയോ വെച്ച് ചെയ്യാൻ പറ്റും. റഹ്മാൻ സാറിന് ഒരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ചൂസ് ചെയ്ത് പടങ്ങൾ ചെയ്യുന്നത്, എല്ലാവരും പടങ്ങൾ ചെയ്തു കൊടുക്കുന്ന കംപ്ലൈന്റ് ഉണ്ട്. എന്റെ പാട്ടുകൾ ആര് നന്നായി വിഷ്വൽ ചെയ്യുന്നു അവർക്ക് ഞാൻ ചെയ്യാൻ പറ്റൂ, എന്റെ പാട്ട് രക്ഷപ്പെടണ്ടേ. പാട്ടുകൾ നന്നായിട്ട് വിഷ്വൽ ചെയ്താൽ മാത്രമേ പാട്ടുകൾക്ക് മാക്സിമം റീച്ച് കിട്ടൂ. മാമാങ്കത്തില് ഇതൊന്ന് ഒരു 4 വരെ ഒന്ന് മാമാങ്കം പലകുറി കൊണ്ടാടി നിനയുടെ തീരങ്ങൾ. ഓരോ പാട്ടിനും ഓരോ ഭാവങ്ങളായിരിക്കും. അപ്പൊ പാട്ട് ചെയ്യുമ്പോ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? ഞാൻ ഒരുപാട് കാര്യം ടെൻഷൻ ആവുന്ന ആളാണ്, പക്ഷെ വർക്കിൽ ഇതുവരെ ഞാൻ ടെൻഷൻ ആയിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും നോക്കുന്ന സൊല്യൂഷനാണ്. നമുക്ക് എന്തെങ്കിലും ഡയറക്ടർ സംഭവം പറഞ്ഞു അതുപോലെ ട്യൂൺ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് ബാക്കോട്ടേക്ക് അതൊന്നും ചെയ്യാറില്ല. നമ്മൾ അതിന് എന്താ വേണ്ടതെന്ന് നമുക്കൊന്ന് ചിന്തിക്കുക, കിട്ടും. അതേപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ തെലുങ്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൾച്ചർ ഡിഫറെന്റ് ആണ്. ഹിന്ദിയിൽ ഞാൻ ഒരുപാട് ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ആൾക്കാരോട്. അപ്പൊ എല്ലാവരുടെ രീതിയും എക്സ്പെക്ടേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡെഫിനറ്റായിട്ട് എന്താ പറയുക, ഒരു വർക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ കറക്ഷൻസ് ഉണ്ടാവും, അതിൻ്റെ റിജക്ഷൻ ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. നമുക്ക് ഒരു പാട്ട് എല്ലാം ഓക്കെ ആയി പോകില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും നല്ല ട്യൂണാണ്, കേൾപ്പിക്കുന്നുണ്ടായിരിക്കും, അത് ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് പോവുക. അതിനെ എന്താ ഓക്കെ പറഞ്ഞില്ല എന്ന് ടെൻഷനായി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഈ പാർട്ട് ഓഫ് പ്രൊഫഷണൽ. ഭാഷ മാറുമ്പോൾ സംഗീതത്തിന്റെ ശൈലി മാറുന്നുണ്ട്. ഡെഫിനറ്റ്ലി മാറുന്നുണ്ട് ചോദിച്ചാൽ, ബിക്കോസ് കൾച്ചർ ചേഞ്ചസ്. മെയിൻലി വെൻ യു ഡു ഫോക്ക് സോങ്സ്, തെലുങ്കിലെ ഫോക്ക് പോലെ എല്ലാം മലയാളം ഫോക്ക് നമ്മൾ ചെണ്ട വെച്ച് വായിക്കും, ഇവിടെ വായിക്കുന്നത് പറയിട്ട് വായിക്കും. പറ എന്ന് പറയുന്നത് ടേപ്പ് എന്ന് പറയില്ലേ, പറ എന്ന് പറയാൻ വെച്ചിട്ട് അത് ആ ഇൻസ്ട്രുമെന്റ് ആണ് തെലുങ്കിന് വായിക്കുന്നത്, തമിഴിൽ വായിക്കുന്നത്. പക്ഷെ അതിന് നട വ്യത്യാസമുണ്ട്. അവരുടെ നട ഡിഫറെന്റ് ആണ്, 6/8 നടത്തുന്നത്, നമ്മുടെ ഡിഫറെന്റ് ആണ് ഇവിടെ തമിഴില്. അപ്പൊ അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. നമുക്കൊരു വെസ്റ്റേൺ ടൈപ്പ് സോങ് ചെയ്യുമ്പോൾ വലുതായിട്ട് പ്രശ്നങ്ങളില്ല. ലൈക്ക് യു സേ യു മേക്ക് എ ഫിലിം, ഒരു സിറ്റി സബ്ജക്ട് ചെയ്ത് എല്ലാ ലാംഗ്വേജും ഡബ് ചെയ്യാം, അറിയത്തില്ല. പക്ഷെ ഒരു വില്ലേജ് സബ്ജക്ട്, തെലുങ്ക് വില്ലേജ് സബ്ജക്ട് നമുക്ക് മലയാളം വില്ലേജിന് മാച്ച് ആവില്ല. ഡബ് ചെയ്താൽ അറിയാൻ പറ്റും വേറൊരു കൾച്ചറാണ്. അതുപോലെ മ്യൂസിക്കിനുണ്ട്. പശ്ചാത്തല സംഗീതം ചെയ്യാറുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ചെയ്ത എല്ലാ വർക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പാട്ടുകൾ ചെയ്യാത്ത പടത്തിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു 3-4 പടം ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിലാണല്ലോ നമ്മള് ഈ പാട്ട് ചെയ്യുന്നതും പശ്ചാത്തല സംഗീതം ചെയ്യുന്നത്. അപ്പൊ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അല്ല, സോങ്സ് കുറച്ച് ജോളി ആയിട്ട് പോകും. സോങ് എന്ന് പറയുന്നത് ലിമിറ്റഡ് തോട്ട് പ്രോസസ് ആണ്. നമുക്കൊരു ഒരു ഫ്രേസ് കിട്ടിയാൽ മതി, ഒരു ഹുക്ക് കിട്ടിയാൽ മതി, നമുക്ക് ആ പാട്ടിനെ കൊണ്ടുപോകാൻ ഒരു ഫ്ലോയിൽ കിട്ടി തീരും. വിത്തിൻ 3 minutes or 5 minutes സോങ് കംപ്ലീറ്റ്സ്.
ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം പടം മൊത്തം ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. എവിടെയാണ് മ്യൂസിക് തുടങ്ങേണ്ടത്, എവിടെയാണ് നിർത്തേണ്ടത് ഒന്നും മനസ്സിലാവില്ല. നോർമലായിട്ട് എല്ലാവരും ഒരു പടം 3-4 പ്രാവശ്യം റിപ്പീറ്റ് ആയി കാണും. ഒരു പ്രാവശ്യം കാണും, ഒരു ബ്രേക്ക് എടുക്കും, വീണ്ടും കാണും. ഇങ്ങനെ കണ്ടുവരുമ്പോൾ ഒന്ന് തോന്നും ഇവിടെ ഒരു തീം സെറ്റ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, ഈ പേഴ്സൺ ഈസ് റിപ്പീറ്റിംഗ് ദ ഡയലോഗ് ദർ, അല്ല ഈ ക്യാരക്ടറിന് ഒരു തീം കൊടുക്കാം. അങ്ങനെ തോട്ടുണ്ടാകും. ഏതൊക്കെ എമോഷണൽ ഇതാണ്, എവിടെയൊക്കെ സൈലൻസ് ആവശ്യമുണ്ട്, പ്രോമിനന്റ് ആവശ്യം, എവിടെയൊക്കെ എഫക്ട്സ് പ്രോമിനന്റ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ എല്ലാം അനലൈസ് ചെയ്ത് പോകും. പിന്നെ നമ്മൾ വർക്ക് തുടങ്ങും, ഒരു റീലായിട്ട് വർക്ക് തുടങ്ങും. ഡിഫിക്കൽട്ട് അല്ലെന്ന് പറയില്ല, പക്ഷേ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. അച്ഛൻ പോയി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് സ്വതന്ത്ര സംഗീത സംവിധാനം? അച്ഛൻ പോയ വർഷമാണ് ഞാൻ ആദ്യത്തെ തെലുങ്ക് പടം ചെയ്യുന്നത്. അച്ഛൻ മാർച്ച് മാസം 2005 പോകുന്നു. ആ മാസം മെയ് മാസമാണ് എൻ്റെ ഓഡിയോ റിലീസ് ആവുന്നത്. തെലുങ്ക് പടത്തിൻ്റെ ഈ പ്രേമിക്കുലു എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ റിലീസ് ആവുന്നത് മെയ് മാസം ആണ്. അതേ വർഷം മെയ് മാസമാണ്. ദാറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം. അത് ചെയ്ത് പിന്നെ ഒരു 2-3 പടം തെലുങ്കിൽ ആ സമയത്ത് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഞാൻ തമിഴിൽ തുടങ്ങിയത് ശരിക്കും 2007 ആണെന്ന് തോന്നുന്നു. 2007 or something I started in തമിഴ് ഒരു 3-4 പടം ആ സമയത്ത് ചെയ്തു. ആ സമയത്ത് 2009 എനിക്ക് വിനയൻ സാറിന്റെ കോൾ വന്നു. വിനയൻ സാറിന്റെ പടം ചെയ്തു. 2010 പടം ഓഡിയോയിലെല്ലാം റിലീസ് ആയത് എൻ്റെ ഓർമ്മയിൽ. ബാല്യകാലത്തെ സംഗീതം പഠിക്കാൻ പോയ ഒരു യാത്രയുണ്ട്, ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ഒരു 7 വയസ്സിലാണ് തുടങ്ങിയത് കർണാടിക് മ്യൂസിക് പഠിക്കാനുണ്ട്. ഞാൻ മാത്രമല്ല, ബ്രദേഴ്സ് ഞങ്ങൾ 3 പേരും പഠിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ വീട്ടിൽ വരും. രംഗനാഥ് മാസ്റ്ററാണ്. അച്ഛൻ ഏർപ്പാടാക്കിയതാണ്. എൻ്റെ ഓർമ്മയില്ല. നമുക്ക് ഇപ്പം എല്ലാം മ്യൂസിക് എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ക്ലാസ്സും അല്ല 2 ക്ലാസ്സാണ്. അന്ന് അങ്ങനെയല്ല. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പുള്ളി ഉണ്ടാവും. എല്ലാ ദിവസവും കണ്ടേ, ഈവൻ ഇൻക്ലൂഡിങ് സൺഡേസ്. ഒരു 5-6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു കർണാടിക് മ്യൂസിക്. ആ സമയത്ത് ആ പ്രായത്തിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു വെച്ചില്ല, വഴിയില്ലാതെ പഠിച്ചു എന്ന് പറയാം. പക്ഷെ പ്രയോജനകരമായി നമുക്ക് പഠിച്ചത്. അതിനുശേഷം എനിക്കൊരു എന്താ പറയുക, ഒരു ഫാസിനേഷൻ പഠിക്കാൻ തുടങ്ങിയതാണ് വെസ്റ്റേൺ മ്യൂസിക്. ഞാൻ പിയാനോ പഠിക്കാൻ തുടങ്ങി വെസ്റ്റേൺ മ്യൂസിക്കിന്. അതൊരു 15-16 വയസ്സിൽ പഠിക്കാൻ തുടങ്ങി. അത് തുടങ്ങിയത് അതെൻ്റെ ഓൺ ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര താല്പര്യമായിട്ട് പഠിച്ചതാണ്. പല രീതിയിലും അവഗണനകൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് രവീന്ദ്രൻ മാസ്റ്റർ. പക്ഷെ എല്ലാ അവഗണനകളെയും തട്ടിമാറ്റാൻ അദ്ദേഹത്തിന് സംഗീതം കൊണ്ട് സാധിച്ചു. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ അല്ല, അച്ഛൻ ഐ ഫീൽ പ്രൗഡ്. വൺ ഈസ് ദാറ്റ് ആക്ച്വലി. പിന്നെ അച്ഛൻ ഒരു ഡിഫറെന്റ് ടൈപ്പ് ആളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അറിവ് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് മ്യൂസിക് എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ചെയ്തൊരു വർക്ക് നമ്മൾ തന്നെ കേട്ട് നമ്മൾ നന്നായി ചെയ്തു, നമ്മൾ തന്നെ ഇതായിക്കൊണ്ടിരിക്കും. പക്ഷെ അച്ഛൻ ചെയ്തിട്ട് ഒരുപാട് പാട്ടുകൾ നമ്മൾ വീണ്ടും കേൾക്കുന്ന പാട്ടുകളാണ്. പക്ഷെ രവീന്ദ്രൻ മാസ്റ്റർ ഒരു സമയത്ത് റെക്കോർഡിങ്, ഞാൻ എൻ്റെ ഓർമ്മയിൽ ലേറ്റ് 80s 90s തുടക്കത്തിൽ ഒരു റെക്കോർഡിങ് കഴിഞ്ഞാൽ, ഒരു പാട്ട് ചെയ്തിട്ട് വന്ന് വീട്ടിൽ ഒരു പ്രാവശ്യം ആ പാട്ടിനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാട്ട് വീട്ടിൽ പ്ലേ ചെയ്യില്ല. അച്ഛൻ പ്ലേ ചെയ്ത് കേൾക്കില്ല. അച്ഛൻ അത് അടുത്ത വർക്കിൽ പോകും. അടുത്ത വർക്ക് അതിലായിരിക്കും അച്ഛൻ്റെ ഫോക്കസ്. അത് ചെയ്ത് കഴിയും, വീട്ടിൽ നിന്ന് കേൾക്കും. ഇന്ന് റെക്കോർഡിങ് കംപ്ലീറ്റ് കഴിഞ്ഞു, ഈ പാട്ടാ ചെയ്തത്, ഹാളിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അതിന് എല്ലാം ഇരുത്തി പാട്ട് കേൾപ്പിച്ചിട്ട് ആ കാസറ്റ് അകത്ത് വെക്കും. ആ കബോർഡിനകത്താണ് കാസറ്റ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വീണ്ടും കേൾക്കത്തില്ല. അപ്പൊ ഞാൻ അന്നെല്ലാം ഭയങ്കര സർപ്രൈസ് തോന്നി. അപ്പൊ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലേ ഒരു പാട്ട് പോലെ ഒരു റിസംബ്ലൻസ് ഉള്ള വേറെ പാട്ടില്ല. അത് സെയിം രാഗങ്ങളായാലും ഉണ്ടാവില്ല. അതിൽ അച്ഛൻ ഭയങ്കര പർട്ടിക്കുലർ ആണ്. അപ്പൊ ഞാൻ ചെയ്ത പാട്ടിനെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഞാൻ അതിന്റെ ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ടാവും. അത് എന്റെ പാട്ടായാലും ഞാൻ അതിനെ കോപ്പി അടിക്കുന്ന പോലെ ആയി പോകും. അതുകൊണ്ട് എനിക്കത് വേണ്ട, അടുത്തത് എന്ത് ചെയ്യണം ചിന്തിക്കും, അതിന്റെ വേറെ റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇത് ടോട്ടലി നിർത്തുന്നത്. നമുക്കത് പറ്റില്ല. നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ വീണ്ടും കേൾക്കില്ല, നമ്മൾ ചെയ്ത വർക്കാണെന്ന് കേൾക്കുമല്ലോ, അതൊന്നും പുള്ളിക്കില്ല എന്ന്. ടോട്ടലി ഒരു ഡിഫറെന്റ് ടൈപ്പ് ഇതായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അച്ഛൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല. എന്റെ ഓർമ്മയിൽ മൈൻഡ് ചെയ്തിട്ടില്ല. അതൊന്നും പ്രശ്നമില്ല. പിന്നെ അച്ഛനായിട്ട് ഞാനൊരു പടം കിട്ടണം, അല്ല പടത്തിന് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, അങ്ങനെയൊന്നും വെച്ച് ചെയ്തിട്ടില്ല. അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ അപ്പം തന്നെ പറയും, ക്ലിയർ ആക്കും. ആരായാലും അവിടെ നോക്കൂല. അച്ഛൻ്റെ ഒരു ശൈലി എങ്ങനെയാണ് സംഗീതം ചെയ്യുന്ന സമയത്തുള്ള അച്ഛൻ്റെ ഒരു അതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ കമ്പോസിങ്, പല പടത്തിന്റെ കമ്പോസിങ് വീട്ടിലാണ് ചെയ്യുന്നത്. വീട്ടിൽ തന്നെ കമ്പോസിംഗ് ഉണ്ടാവും. അച്ഛന് പ്രദീപ് എന്ന് പറഞ്ഞൊരു തബൽ പ്ലേ ഉണ്ടായിരുന്നു, പ്രദീപണ്ണ. പുള്ളിയാണ് അച്ഛൻ്റെ കൂടുതൽ കമ്പോസ് വന്നിട്ടുള്ളത്. ഒരു തെലുങ്കാളാണ്. അപ്പൊ പുള്ളി അച്ഛൻ വരാൻ വരും, കമ്പോസിങ് ഉണ്ടെങ്കിൽ അന്ന് രാവിലെ വീട്ടിൽ വരാൻ വരും. 9 മണിക്കെല്ലാം തബലയും കൊണ്ട് പുള്ളി വരും. അന്ന് ആ പടത്തിന്റെ കമ്പോസിങ്ങിന്റെ കമ്പനിക്കാരാണോ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, അവരുടെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടാവും. അവരെല്ലാരും വീട്ടിൽ വരുന്നുണ്ടാവും. അപ്പോൾ അവരെല്ലാം നമ്മൾ പറയുന്നതെല്ലാം വലിയ വലിയ ആൾക്കാരാണ്, വലിയ ഡയറക്ടേഴ്സ് അങ്ങനെയാണ്. അവരെല്ലാം ആ കമ്പോസിംഗ് റൂമിൽ അപ്പുറത്ത് കോർണറിൽ ഒരു ദിവാനുണ്ട്, അവിടെ എല്ലാവരും ഇരിക്കും. ഇപ്പുറത്ത് അച്ഛൻ്റെ ഒരു ചെറിയ ദിവാനുണ്ട്, ഒരു ഹാർമോണിയം വീട്ടുണ്ട്. അപ്പുറത്ത് അതിന്റെ അടുത്ത് തന്നെ തബല സെറ്റ് ചെയ്ത് ഇരുത്തിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് അച്ഛൻ പറയും, തബല തിന്ന നടവാസി പ്രദീപ് എന്ന് പറയും. നട പുള്ളി വായിക്കാൻ തുടങ്ങും. വായിച്ചു വന്നാൽ അച്ഛൻ അവിടെ എണീറ്റ് പോകും. അച്ഛൻ എണീറ്റ് പോയി കഴിഞ്ഞാൽ
അച്ഛൻ കിച്ചണിൽ പോകും, അമ്മ ഉണ്ടാക്കുന്ന കഴിച്ചാൽ ഇതിൽ ഉപ്പ് പോരാ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ വീട്ടിന്റെ ഇത് തന്നെ ഉണ്ടാവും, പുറത്ത് ചെടീന് വെള്ളം ഒടിക്കും. ഇവിടെ നടക്കുന്നു. ഈ തബല പിള്ളേർ വായിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോ എല്ലാം പാട്ടുണ്ടാക്കാൻ നമുക്ക് ലൂപ്പ് ഇടില്ലേ, നമ്മളൊരു റിതമിൽ ലൂപ്പ് ഇട്ടിട്ട് കമ്പോസ് ചെയ്യുന്ന പോലെ തബല വായിച്ചുകൊണ്ടിരിക്കും നമ്മള്. അപ്പോ അച്ഛൻ അങ്ങോട്ട് പോകും, പുറത്ത് പോയി ചെടീന് വെള്ളം ഒടിക്കും. ഇടയ്ക്ക് വല്ല ആ സ്ക്രീനിന്റെ ഇത് താഴ്ന്നിട്ടില്ല, എന്നെ ചുറ്റുമുണ്ട് ഒന്ന് തട്ടി അതെല്ലാം. അപ്പൊ ഈ പ്രൊഡക്ഷൻ ആക്കാൻ ഇന്ന് പുള്ളി വരുമോ, ഇന്ന് പുള്ളി പോയി വന്നില്ലല്ലോ അങ്ങനെ ചോദിച്ചു. അപ്പൊ പ്രദീപ് എന്നാ പറയും, പ്രദീപ് എന്നാ അറിയാം, സാർ വരുവാറ് പുള്ളി വായിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് നമുക്ക് ഇടയ്ക്ക് കഴിയുമല്ലോ, അപ്പൊ ഒന്ന് നിർത്തുമല്ലോ. ഒന്ന് നിർത്തിയപ്പോ എവിടെങ്കിലും ആ വീട്ടിൽ സ്ഥലം വരും, ശബ്ദമല്ല അച്ഛന്റെ. പ്രദീപ് ഞാൻ നിർത്തിട്ടെ വാസി എന്ന് പറയും. അവിടെ ഓക്കെ അന്ന് വീണ്ടും വായിക്കാൻ തുടങ്ങും. അപ്പൊ ഇത് നടക്കുന്ന ഒരു അരമണിക്കൂർ ഈ പ്രോസസ് നടക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ അതിലേക്ക് പെട്ടെന്ന് അകത്ത് റൂമിൽ വന്ന് ഇതിലിരുന്നിട്ട് ഹാർമോണിയിൽ ശ്രുതി വെച്ചിട്ട് വാക്ക്മാൻ ഓൺ ചെയ്ത് പല്ലവി പാടും. ഒറ്റ പ്രാവശ്യം പല്ലവി പാടിയിട്ട് ഈ പല്ലവി ഓക്കെ ആണോന്നും അങ്ങോട്ട് ചോദിക്കില്ല, ഇത് ഓക്കെ ആണോ അങ്ങനെ, ഇതാ പല്ലവി എന്ന് പറയാം. എല്ലാവരും ഓക്കെ എന്ന് പറയും. കാരണം അച്ഛൻ അന്ന് ചെയ്ത എല്ലാ പാട്ടുകളും ഹിറ്റാവും. അങ്ങനത്തെ ഒരു ടൈം ആയതുകൊണ്ട് ഒന്നും അഭിപ്രായം പറയാനില്ല. ഓക്കെ ചേട്ടാ എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് പറയും. അപ്പൊ തന്നെ ശ്രുതി നടമാട്ട് എന്ന് പറഞ്ഞ് ഒരു ചരണം പാടിട്ട് ഇത് ചരണം എന്ന് പറയും. ഈ കമ്പോസിങ് നമ്മൾ കേട്ട് പല ഹിറ്റ് സോങ്സും വെറും 2 minutes 5 minutes അകത്ത് പുള്ളി ഇങ്ങനെ ആക്കി വെച്ചതാണ് പല സോങ്സും. അത് ഞാനല്ലേ നമുക്ക് ഇപ്പൊ ഞാൻ മ്യൂസിക് കമ്പോസറാണ്, നമുക്ക് തന്നെ തോന്നി എങ്ങനെയാണ് ഇവരെ ഉണ്ടാക്കുന്നത് തോന്നില്ല. അങ്ങനത്തെ ഒരു രീതിയാണ്. എനിക്ക് അങ്ങനെ ഫാസിഷൻ ഉണ്ട്. രണ്ടുപേര് രവീന്ദ്ര മാഷും പിന്നെ രാജാ സാറുമാണ്. അവർ എങ്ങനെയാണ് എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്, അത് നമുക്ക് അറിയാമെങ്കിൽ നമ്മളും എടുക്കാം അങ്ങനെ തോന്നും. അച്ഛൻ പിന്നെ എല്ലാവരും ചോദിക്കും, രവീന്ദ്ര മാഷ് ഇത്ര ക്ലാസിക്കൽ പാട്ടുകൾ ചെയ്യുന്ന ആളാണ്, ഇത്ര വെറൈറ്റി ചെയ്യുന്ന ആളാണ്, ഒരുപാട് സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ പ്രാക്ടീസ് ചെയ്യാറില്ല. വീട്ടിൽ നിന്ന് തമ്പുരാട്ടി പാടി നോക്കാൻ ഒന്നും ചെയ്യാറില്ല. അച്ഛന്റെ ജോലി ഉണ്ടാവും, ചെയ്യും. അച്ഛന്റെ പാട്ടുണ്ടാക്കുന്ന സമയം മാത്രമാണ് സംതിങ് ഏതൊരു സാധനം ഒഴുകി വരുന്ന പോലെയാണ് ആ സാധനം. അതുപോലെ വേറൊരു സാധനം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് അച്ഛനോട് അല്ല രവീന്ദ്രൻ നമുക്ക് ഇത് ഓക്കെയാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നൊരു മാറ്റം ഉണ്ടാക്കിയാൽ അച്ഛൻ ചക്കപ്പാവും. അച്ഛൻ തന്നെ ഒരു ഫ്ലോയിൽ വരുന്നതാണ്. ഈ ടെക്നിക്കലായിട്ട് ഫോളോ ചെയ്യുന്നില്ല പുള്ളി ചെയ്യുന്നത് ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി ചെയ്യാം. അങ്ങനെ ഒരു അഭിപ്രായപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അച്ഛൻ കൊച്ചൊന്ന് ചക്കപ്പാവുന്നത്. അത് എന്താ ഉദ്ദേശിക്കുന്നത് അറിയില്ല. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, അത് ഞാൻ ചെയ്തു. അത് അല്ലെന്ന് പറയുമ്പോൾ ഒരു ഡിസ്ട്രക്ഷൻ കൊണ്ടാറുണ്ട്. നമ്മളിപ്പോ പേടി തോന്നും, ഈ പാട്ടെല്ലാം പോവോ, സിനിമയിൽ പോവോ, ലൈക്ക് ഹോളിവുഡ് മൂവീസിനോ, എന്തിന് പാട്ട് വന്ന് എടുത്ത് ഡൗൺ ആവും, പാട്ട് വേണം സാർ, അങ്ങനെ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്.